സോനയ്ക്ക് സന്തോഷമായെന്ന് എൻ്റെ വിചാരം. അച്ഛനോട് എത്ര നന്ദി പറയാനും മതിയാകത്തില്ല. തുറന്നു ഐശ്വര്യമായിട്ട് അങ്ങ് തുറന്നു കയറി, എല്ലാവരും കയറി നോക്കാം. എന്തുകൊണ്ടാണ് ഞാൻ അകത്ത് കയറി ഒരു പ്രാർത്ഥന പോലും നടത്താത്തതെന്ന് ചോദിച്ചാൽ, അവരുടെ പൂജകളും അവരുടെ കാര്യങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ കൂതാശകളും, ഞാൻ എൻ്റെ സഭയുടെ ചേർത്ത് കൂതാശ എന്നുള്ള വാക്കോട് പോയി, അത് ചെയ്യാനുള്ള അവകാശം അവരുടെ ആധ്യാത്മികത എന്താണോ അതിനാണ്. ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. മിക്ക ദിവസം ഈ വീടിനകത്ത് പാമ്പിനെ കാണാറുള്ളതാണ്. ഒരു 4 വർഷത്തോളം ഒരു ഇരുത്തിലിൻ്റെ സൈഡിലാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ എനിക്കതിൻ്റെ കുറച്ച് വിഷമമൊക്കെ മനസ്സിലാവും. പിന്നെ ദൈവം എന്തെങ്കിലും അനുവദിക്കുന്നെങ്കിൽ ഇതുപോലൊരു വീട് വേറെ ആർക്കെങ്കിലും ഒരു പാവങ്ങൾക്ക് വെച്ചു കൊടുക്കുക. സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഹായ്, നമസ്കാരം. ഒരു വൈദികനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? 1 അല്ല 10 അല്ല 30 അല്ല, 55ാമത്തെ മനോഹരമായ വീടാണ് ഒരു നിർധന കുടുംബത്തിന് ഇദ്ദേഹം വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് രഞ്ജു പി കോശി എന്നാണ്. ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ്. അപ്പോൾ അച്ഛനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവരുടെയും അനുഭവത്തോടെ നന്മയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് 55ാമത്തെ വീടിൻ്റെ താക്കോൽ കൊടുക്കുന്ന അനുഗ്രഹമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. തുറന്നു ഐശ്വര്യമായിട്ട് അങ്ങ് തുറന്നു. ദൈവമേ സ്തുതി. എല്ലാവരും കയറി നോക്കാം. ഈ ഭവനത്തിൻ്റെ ആധ്യാത്മിക കാര്യം എൻ്റെ കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഈ പാലുകാച്ചൊന്നും അല്ല അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ഞാൻ ചെയ്യാറില്ല. അത് അവരേത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിനുള്ള അവകാശമാണ്. അത് അവർ ആ മതത്തിനനുസരിച്ച് ചെയ്തോട്ടെ എന്ന് എൻ്റെ തീരുമാനം. ഇപ്പോൾ ഇതൊരു പ്രധാന ഹാളാണ്. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഹാളുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ബെഡ്റൂം. ഇതെല്ലാം ടൈൽസ് ഇട്ടാണ്, നല്ല വെട്രിഫൈഡ് ടൈൽസ് തന്നെ ഇട്ടാണ്. ഇത് അവർക്ക് വേണ്ട മോഡേൺ ടോയ്ലറ്റാണ്. നോക്കിയാൽ അറിയാം. ഷവർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളെപ്പോഴും മേളിൽ ലഗേജ് വെക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളുണ്ടാകും. കിച്ചൺ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തന്നെ നമ്മൾ എല്ലാവിധമായ സൗകര്യങ്ങളുണ്ട്. നമസ്കാരം. 55ാമത്തെ വീടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അതെ. എവിടെ സ്ഥലം എന്ന് പറയാമോ? ഇത് നെല്ലിമൂളിനടുത്ത് അല്ലെങ്കിൽ പെരിങ്ങനാടിനടുത്ത് പാറക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. എന്താണ് ഇങ്ങനെ ഈ 55ാമത്തെ വീടിന്റെ ഒരു പ്രത്യേകത എന്താണ്? പത്രത്തിലും ഒരുപക്ഷെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഇത് ഞാൻ കണ്ടതാണ്. ഈ ദിവസവും പാമ്പ് കയറുന്നൊരു വീട്, ഒരു +2 17 വയസ്സുള്ള പെങ്കൊച്ച് താമസിക്കുന്ന വീട്, ഒരു രീതിയിലുള്ള സുരക്ഷിതത്വമില്ല, പ്ലാസ്റ്റിക് കൊണ്ട് മാത്രം നിർമ്മിച്ചൊരു വീട്, അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് എനിക്കും മക്കളൊക്കെ ഉള്ളതാണ്. ഞാനും മകനായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി. അങ്ങനെ നമ്മളിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പിന്നെ ഒരു വ്യക്തി, ആ വ്യക്തി ഞാൻ ഇപ്പോഴും പറയുന്നത് ദുബായിലാണ്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഇവരുടെ മുമ്പിൽ പോലും പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹമില്ല. ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം നൽകിയ 6.5 ലക്ഷം രൂപയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഒരു 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു അടുക്കള, ഒരു ടോയ്ലറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കാം. മോഡേൺ ഒരു ടോയ്ലറ്റ് തന്നെയാണ്. എല്ലാവിധമായ സൗകര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായിട്ട് ഒരാൾ ഉറങ്ങുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഒരു വൈദികൻ ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അത് ഇന്നൊരു മതത്തിൽപ്പെട്ടവർക്കേ വെച്ച് കൊടുക്കത്തുള്ളൂ, അത് എല്ലാവർക്കും കൊടുക്കും. അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം, ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് വന്നപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു പക്ഷേ, ഞാൻ ആകെ ചെയ്യുന്നത് ഇവിടെ ഈ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണിഞ്ഞിപ്പോൾ ഇത് കൊടുത്തേക്കുന്ന 55ാമത്തെ വീടാണ്. അതിലൊരു 4 വീടോ 5 വീടോ എങ്ങാണ്ടേ ഉള്ളൂ. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മ പോലും ഇല്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം, അതിനകത്ത് ഒരു വീടും അല്ല എനിക്ക് ഓർത്തഡോക്സുകാർക്ക് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സഭയ്ക്ക് കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം അവരവരുടെ മതത്തിൽ വിശ്വസിക്കാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അകത്ത് കയറി ഒരു പ്രാർത്ഥന പോലും നടത്താത്തതെന്ന് ചോദിച്ചാൽ, അവരുടെ പൂജകളും അവരുടെ കാര്യങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ കൂതാശകളും, ഞാൻ എൻ്റെ സഭയുടെ ചേർത്ത് കൂതാശ എന്നുള്ള വാക്കോട് പോയി, അത് ചെയ്യാനുള്ള അവകാശം അവരുടെ ആധ്യാത്മികത എന്താണോ അതിനാണ്. അതിന് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അത് അവർ ചെയ്യട്ടെ. സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സന്തോഷമായെന്ന്. ഉറപ്പായിട്ടും ഞാൻ വന്ന് കണ്ടപ്പം പാമ്പ് കയറുന്ന വീടെന്നൊക്കെ പറഞ്ഞ് എന്നോട് കരഞ്ഞു പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും പഠിക്കുക, നല്ലതുപോലെ പഠിക്കുക. എന്നാലാകും വിധം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളുള്ള നിർദ്ദേശം അത് തന്നെയാണ്. പഠിക്കുക. നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, പഠിക്കുക. പിന്നെ ദൈവം എന്തെങ്കിലും അനുവദിക്കുന്നെങ്കിൽ ഇതുപോലൊരു വീട് വേറെ ആർക്കെങ്കിലും ഒരു പാവങ്ങൾക്ക് വെച്ചു കൊടുക്കുക. ഒന്നും അറിയണ്ട, അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കുക. അപ്പം ഇത് നമ്മൾ ചെയ്ത പോലെ ആയി മാറും. അതിനിടയാകട്ടെ കേട്ടോ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതി ജീവിക്കുക. ആ പൈസ തന്ന ആൾ ആരാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. ഇതാരാ നമുക്ക് തന്നേ നമുക്കറിയത്തില്ല, എങ്കിലും അവരോട് വളരെയധികം നന്ദിയുണ്ട്. നമ്മളെ ആരും കാണാതെ നമ്മളിപ്പോൾ സഹായിച്ച ദൈവത്തെ പോലെ ഒരാൾ വന്ന് നമ്മളിപ്പോൾ സഹായിച്ച് അച്ഛനോട് എത്ര നന്ദി പറയാനും മതിയാകത്തില്ല. വളരെ നന്ദിയുണ്ട്, അവരോട് നന്ദിയുണ്ട്. ഇന്ന് രാവിലെ വരെ സോനയും കുടുംബവും താമസിച്ച വീടാണ്. അതായത് അതെ ടാർപ്പൊക്കെ കീറി ഇവിടെ നിന്ന് ഒരാൾക്ക് കാണാൻ വരെ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രഞ്ജു അച്ഛൻ ഇത്തരത്തിലുള്ളൊരു മനോഹരമായ വീട് വെച്ചു നൽകിയത്.
അപ്പം സോനടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടൻ പറഞ്ഞ സത്യമാണ്. ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. ഈ കുടിലിനകത്ത് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. ഇപ്പം ഇവിടെ ഫുള്ള് ടാർപ്പ് കീറിയിട്ടിരിക്കുക. രാത്രി കിടക്കാൻ വരെ ഞങ്ങൾ പേടിച്ചാണ് കിടക്കുന്നത്. മിക്ക ദിവസവും ഈ വീടിനകത്ത് പാമ്പിനെ കാണാറുള്ളതാണ്. ഇപ്പോൾ തന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴാണ് ദൈവത്തെ പോലൊരു അച്ഛൻ ഇവിടെ നമ്മൾ കടന്നു വന്ന് നമുക്കിപ്പോൾ ദൈവത്തെ പോലൊരു വീട് നമുക്ക് സഹായിച്ചു. ഭയങ്കര ദുരിതത്തിലായിരുന്നു. ഭയങ്കര ദുരിതത്തിലായിരുന്നു. ഇല്ലായിരുന്നു. അറിയത്തില്ല, നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല, കൂട്ടുകാരോടൊന്നും നമ്മൾ ഇതുവരെയായിട്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. വീഡിയോ കണ്ടിട്ട് അവർക്ക് ഭയങ്കര സങ്കടമായി. അവർ ഇതുവരെയും വിചാരിച്ചില്ല നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് ജീവിച്ചിരുന്നത്. സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കൂട്ടുകാരൊക്കെ കൊണ്ടുവരും. ഇതാണ് ഞങ്ങളെ മുറി. ഇതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ പഠിത്തവർക്കും എല്ലാം ഇതിലാണ്. ഞങ്ങൾ അടുക്കള ഇതാണ്. നമ്മളിപ്പം ജീവിച്ചു വന്ന സാഹചര്യം ഇതിലാണ്. എങ്ങനെയാണ് അച്ഛൻ ഇതിനൊരു ഫണ്ട് കണ്ടെത്തുന്നത്, ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ക്രിസ്ത്യൻ വിസ്ഡം എന്ന് പറയുന്നത് ഫാദർ ഡോക്ടർ എൻജോ പി കോശ് ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ഈ വക വിഷയങ്ങൾ പറയുമ്പം ഇത് മനസ്സിലാക്കുന്ന ആളുകൾ എന്നെ സമീപിക്കും. ഇപ്പോൾ ഉദാഹരണം, ഈ വീട് പണിയാൻ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. അവരെന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ കുറ്റിയടി മുതൽ ഇതുവരെയുള്ള എല്ലാ അപ്ഡേഷൻസ് അവർ കൊടുക്കുകയും ചെയ്യും. അവർ തരുന്ന പൈസ അവർ തന്നതാണ്, ഇന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് അവരോട് പറയുകയും ചെയ്യും. ആരെല്ലാം ₹1 അതെൻ്റെ കോൺട്രാക്ടർ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നത്, ഞാൻ ഈ എപ്പോഴും പറയുന്ന പോലെ കോൺട്രാക്ടർ അക്കൗണ്ടിലേക്ക് ആയിരിക്കും അയച്ചു തരുന്നത്. ആ കോൺട്രാക്ടർ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺട്രാക്ടർ നമ്പറും അറിയാം. അവരെ വിളിച്ച് ചോദിച്ചാൽ കൃത്യമായിട്ട് എന്തുവരെയായ എൻ്റെ നിർമ്മാണം എന്നറിയാൻ സാധിക്കും. അതിലുപരി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകളുണ്ടെന്നേ. ഒരുപാട് പേര് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ബാത്റൂം ക്രമീകരിക്കാൻ 6.5 ലക്ഷം രൂപ വേണ്ടിയ സ്ഥലത്ത് ഇത് മുഴുവൻ ISI മാർക്കുള്ളതും അല്ലെങ്കിൽ അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുതിയ സാധനം വെച്ച് ഇതെല്ലാം തടിയാണ്, ആഞ്ഞിലിയുടെ തടിയാണ്, അല്ല ഒന്നും ഫേക്ക് ഇതൊന്നുമല്ല, എല്ലാം കൃത്യമായ തടിയാണ്. 30-35 വർഷത്തേക്ക് ഒരു പ്രശ്നവും കൂടാതെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. അപ്പം ഈ പണം തരുന്ന ആരായിരുന്നാലും അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ഇത്ര രൂപയായി, ഇത്രയായി എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, എൻ്റെ അക്കൗണ്ടിലേക്കല്ല കോൺട്രാക്ടർ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുന്നത്. ആ കോൺട്രാക്ടറിനായിട്ട് തന്നെ ഫോൺ നമ്പർ അവരെ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ ചോദിക്കാം കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ. സാധാരണ ഒരു വൈദികരൊന്നും ഇങ്ങനെയൊന്നും മെനക്കെടാത്ത, സാധാരണ ഒരു വൈദികനായ അച്ഛൻ എന്തുകൊണ്ടാണ് ഈ 55 വീട് വെച്ച് കൊടുത്തത് എന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ പറയില്ല. വൈദികരെല്ലാവരും അവരവരുടേതായ രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അപ്പുറത്ത് അതുപോലെ ദൈവം തമ്മിൽ അനുഗ്രഹം തന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് വീടിൻ്റെ അവിടെ നിന്ന് 5 കിലോമീറ്റർ പോകുന്ന ദൂരത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകരാണ്. അത്യാവശ്യം എഴുത്തുകാരനാണ്. 8-9 പുസ്തകം എഴുതിയിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ മറ്റ് തലവേദനകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ ഇത്രയും കൃപ തന്നപ്പോൾ ഞാനും ഒരു എരുത്തില്ല ജനിച്ചു വളർന്നത്. ഒരു 4 വർഷത്തോളം ഒരു എരുത്തിൻ്റെ സൈഡിലാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ എനിക്കതിൻ്റെ കുറച്ച് വിഷമമൊക്കെ മനസ്സിലാവും. ഇങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ഒരുപാട് വലിയതായിട്ട് നമ്മൾ ജീവിക്കേണ്ടെന്നല്ല, നമ്മുടെ ആഡംബരമൊക്കെ ഇരിക്കട്ടെ. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് കരുതി, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്നെ ഈ കാണുന്ന ഇപ്പം നിങ്ങളുടെ ചാനൽ കൂടി ലക്ഷക്കണക്കിന് ആളുകൾ പക്ഷേ കാണാൻ സാധ്യതയുണ്ട്. അവർ വിചാരിച്ചാൽ 6.5 ലക്ഷം രൂപ മുടക്കാൻ കഴിയില്ല. 85-90 അപേക്ഷ എൻ്റെ ഈ കിടപ്പുണ്ട്. അപ്പം പറ്റുമെന്നേ, നമുക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങൾക്ക് പറ്റാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ഇതിൽ കൂടെ കാണുന്നവർക്ക് നിങ്ങൾക്ക് പറ്റാത്തത് കൃത്യമായ ഒരാളിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ കണ്ടുപിടിച്ചു തരാം. 2, നിങ്ങൾ 1 രൂപ മുടക്കി ആ 1 രൂപ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടണം ഒരു സ്ഥലത്ത്, അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്നെ വിശ്വസിക്കുന്ന ആളുകൾ ഇനിയിപ്പം നിങ്ങൾ അറിയാൻ വേണ്ടി സന്തോഷ വാർത്തയോടെ ഇന്നിനി നമ്മൾ 56-ാമത്തെ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ ഇപ്പോൾ പോവുക. 10 മണിക്ക് അടുത്ത വീടിൻ്റെ താക്കോൽ കൊടുക്കും. അത് കഴിഞ്ഞ് 11 മണിയാകുമ്പം എൻ്റെ 70-ാമത്തെ എൻ്റെ ഒരു ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, 70-ഓ 71-ാമത്തെ വീടിൻ്റെ കുറ്റിയടിക്കുകയും കൂടാ. അപ്പം നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. വളരെ കൃത്യമായിരിക്കണം എന്നുള്ളൂ. ഇപ്പം 70-ാമത്തെ വീടിൻ്റെ കുറ്റി അടിക്കുന്ന ആരാണോ പൈസ തരുന്നത് ആ ആളിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് കുറ്റി ഇന്നടത്താണ് അടിക്കുന്നത്, ഇന്ന വീട്ടിലാണ്, നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കുക അവിടെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം.